ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു കോളിഫ്ലവർ എങ്ങനെ ഫ്രൈ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഒരു വലിയൊരു കോളിഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലേക്കൊന്ന് കളഞ്ഞ് കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം കേട്ടോ. നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇതിന് വേണ്ടിയാണ് കേട്ടോ. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്നുണ്ട്. നമുക്കത് ഈ കോളിഫ്ലവർ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടെ തിളച്ചോട്ടെ കേട്ടോ. ഇതിനകത്തുള്ള വിഷാംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയും കൂടെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതി. കോളിഫ്ലവർ മൊത്തമായിട്ട് ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഒന്ന് തിളച്ചോട്ടെ. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെയുള്ള നല്ല അടിപൊളി കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകാനായിട്ട് കൊണ്ടുപോകാൻ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം. ഞാനിത് വെള്ളം ഒഴിവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് ഒഴിവായിക്കോട്ടെ. നമുക്കത് കോളിഫ്ലവറിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവറിൽ ഞാൻ തിളപ്പിച്ചപ്പോൾ ഉപ്പിട്ടിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളത്തിലിട്ട് തിളപ്പിക്കാം കേട്ടോ. ഞാനതിനകത്ത് ഇട്ടിട്ടില്ല, മസാലയിൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതി. ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളകും കൂടെ പേസ്റ്റ് ചെയ്തതാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പേസ്റ്റ് രൂപത്തിലെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ഇടണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതിനകത്തേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഈ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടേ. കോളിഫ്ലവർ മസാലയൊക്കെ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ഇത് കോരിയിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ. നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനകത്തേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. നമുക്കിത് 2 3 ചട്ടിയിലൊക്കെ വേവിക്കാനുണ്ട് കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതിയേ. അതിന് മുകളിലായിട്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് അരിഞ്ഞതും അതിന് മുകളിൽ ഈ കറിവേപ്പിലിൻ്റെ കൂടെ ചേർക്കാം. ഞാനത് ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ കുരുമുളകിൻ്റെ എരിവ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഒരുപാട് എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ കറിവേപ്പില ഇടുമ്പം ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
ഒരു ഭാഗം നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കോരിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനത് ഓരോന്നായിട്ട് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ചട്ടിയിലേക്ക് തന്നെ അടുത്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അതും കൂടെ ഒരു ചട്ടിയും 2 ചട്ടിക്കും കൂടെ ഉണ്ട് കേട്ടോ. കൂടുതലായിട്ട് എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് വേവിക്കുന്നതായത് കാരണം മുങ്ങി കിടക്കാനുള്ള എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.